രാമുഖ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, അച്ചായന്മാർ, ആൻറ്റിമാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, മറ്റു ബഹുമാന്യരായ കർത്തൃദാസന്മാർ, നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വിനീതമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ, ദൈവാശ്രയ ബോധത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ നമുക്ക് ഏവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കും. തുടർന്നുള്ള ചിന്തകൾക്കായി ഒരു വാക്യം ഇവിടെ വായിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്ന്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ ആമുഖ ചിന്തയ്ക്കായിട്ട് വായിച്ചിട്ടുള്ളത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇരമ്യാവ് എഴുതിയതാണ്. ഈ പുസ്തകം എഴുതിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ അവരുടെ ഭരണത്തിലെ ജയപരാജയങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുക, രാജകീയ ഭരണത്തിൻ്റെ ലഘുവായ ഒരു ചരിത്രം നൽകുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. വേഗത്തിൽ തന്നെ സന്ദേശത്തിലേക്ക് മടങ്ങി വരികയാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ദൂത് ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി ഭക്തന്മാരുടെ, ദൈവത്തിൻ്റെ ദാസന്മാരുടെ, ദാസിമാരുടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പലരുടെയും പ്രാർത്ഥന നമുക്ക് വലിയ പ്രചോദനമാണ്, നമുക്കൊരു പ്രോത്സാഹനമാണ്. അബ്രഹാമിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ അതിശക്തമേറിയ പ്രാർത്ഥനയുണ്ട്, മോശയുടെ പ്രാർത്ഥനയുണ്ട്, ഏലിയാവിൻ്റെ പ്രാർത്ഥനയുണ്ട്, എലീശയുടെ പ്രാർത്ഥനയുണ്ട്, എബേസിൻ്റെ പ്രാർത്ഥനയുണ്ട്, ഹന്നയുടെ പ്രാർത്ഥനയുണ്ട്, പത്രോസിൻ്റെ പ്രാർത്ഥനയുണ്ട്, പൗലോസിൻ്റെ പ്രാർത്ഥനയുണ്ട്. ആദിമ സഭയിലെ അപ്പോസ്തലന്മാരുടെയും ദൈവജനത്തിൻ്റെയും പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നിരവധി ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രചോദനത്തിന് വേണ്ടിയാണ്. നമ്മളത് വായിക്കുമ്പോൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത ദൈവം നമ്മുടെ പ്രാർത്ഥനയിലും അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് നമുക്ക് ബോധ്യം നൽകുകയാണ്. അത് നമ്മളെ പ്രാർത്ഥനയ്ക്കായി സജ്ജരാക്കുകയാണ്, പ്രാർത്ഥനയ്ക്കായി നമ്മെ ശക്തീകരിക്കുകയാണ്. എബേസിൻ്റെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് വലിയ പ്രചോദനമാണ്. സ്തോത്രം. എബേസിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഹന്നയുടെ പ്രാർത്ഥന നമുക്കറിയാം, ഹന്നയെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. യാക്കോബിൻ്റെ പ്രാർത്ഥനയുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള മനോഭാവമല്ല പ്രാർത്ഥനയിൽ. യാക്കോബിനെ പോലെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കുക. എബേസ് ഒത്തിരി പരിമിതികളുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ആ പരിമിതികൾ ഒതുങ്ങുകയല്ല എബേസ് പറഞ്ഞ എൻ്റെ പരിമിതികളെല്ലാം പൊളിയണം, എനിക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണം. എബേസിനെ പോലെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവരുടെ പ്രാർത്ഥനകളെ നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, അത് നമ്മളെ പ്രാർത്ഥനയ്ക്കായി കൂടുതൽ 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 ഒരുക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കാണാൻ നമുക്ക് പുതിയ നിയമത്തിൽ സാധിക്കുന്നുണ്ട്. പൗലോസ് പല ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കൊലോസ് ലേഖനത്തിൽ അതിപ്രധാനമേറിയ 3 പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനയ്ക്കായി സജ്ജരാക്കുന്ന പൗലോസ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. 1-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കൊലോസ് ലേഖനം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥനകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഒരു വസ്തുത ഇല്ലാത്തത് കൊണ്ട് എന്നാൽ എബേസിൻ്റെ ഒരു പ്രാർത്ഥന അങ്ങ് ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചെഴുതിയതല്ല, പരിശുദ്ധാത്മാവാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ക്രോഡീകരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. വലിയ ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട്
ആമേൻ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ആമേൻ സ്തോത്രം വ്യക്തതയുണ്ട്. അത് നമ്മളെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കുന്നതാണ്. നോക്കൂ, ഏലിയാവിൻ്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ, നാം ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കണം. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കണം. എന്താണ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? വേഗം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏലിയാവിനെ കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. ഞാൻ പിന്നെ അത് ആവർത്തിക്കുകയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുക. എന്താണ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? നോക്കൂ, നമ്മൾ ആ 36-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ ആമേൻ സ്തോത്രം, അവിടെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ്. നമുക്ക് ആ സന്ദർഭമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ സന്ദർഭങ്ങൾ പറയുന്നില്ല, ദൂതുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥന എന്താണെന്ന് നോക്കിക്കേ. ഏലിയാവ് പറയുകയാണ്, ആമേൻ സ്തോത്രം, ഞാൻ നിന്റെ ദാസനെന്നും ആമേൻ നീ ഇസ്രായേലിൻ്റെ ദൈവമെന്നും വെളിപ്പെടണം. അതിശക്തമേറിയ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് ഏലിയാവിൻ്റെത്. എന്താ ഏലിയാവ് പറയുന്നത്? എങ്ങനെയെങ്കിലും ഒരു വിടുതൽ ദൈവമേ അയച്ച് ഈ ജനത്തെ ഒന്ന് മാനസാന്തരപ്പെടുത്തി എടുക്കുന്നല്ല ഏലിയാവ് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ഏലിയാവ് പറയുകയാണ്, ആമേൻ ഞാൻ നിന്റെ ദാസൻ എന്ന് ഇവിടെ വെളിപ്പെടണം. 2, നീയാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്നും വ്യക്തമാകണം, വെളിപ്പെടണം. ആമേൻ ഇതാണ് ആമേൻ ഏലിയാവിൻ്റെ സ്തോത്ര പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിനെ പോലെ ഈ മനോഭാവമുള്ളവരായിരിക്കണം. ആമേൻ സ്തോത്രം. എങ്ങനെയെങ്കിലും കർത്താവേ ഒരു ചെറിയ വിടുതൽ, ഒരു മാറ്റം, ഒരാശ്വാസം ആമേൻ ഞങ്ങൾക്കൊന്ന് താ എന്ന് ആരും പ്രാർത്ഥിക്കരുത്. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങിൻ്റെ ദാസനാണെന്ന് വെളിപ്പെടണം. അങ്ങാണ് ഞങ്ങളെ വിളിച്ചതെന്ന് മനസ്സിലാക്കണം. അങ്ങാണ് ഞങ്ങളെ നിർത്തിയതെന്ന് ജനം തിരിച്ചറിയണം. ഈ ദൗത്യം ആമേൻ ഞങ്ങൾക്ക് വേറെ ഒരു ജോലിയും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തതല്ല. ആമേൻ ഇത് ദൈവം തന്നതാണെന്ന് ആമേൻ വെളിപ്പെടുന്ന നിലയിൽ ഞങ്ങളെ ഉപയോഗിക്കണം. ഞങ്ങളുടെ മേൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടണം. ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ്. അതുമാത്രമല്ല, ആമേൻ അങ്ങാണ് യഥാർത്ഥ ദൈവമെന്നും വെളിപ്പെടണം. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥന രീതികൾ മാറട്ടെ. ദൈവമേ ഒരു ചെറിയ വിടുതൽ തരണമേ, ഒരു ആശ്വാസം തരണമേ എന്ന് പറയുന്നതിനപ്പുറമായി ആമേൻ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഞാൻ അങ്ങിൻ്റെ ദാസനാണെന്ന് വെളിപ്പെടണം. എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണം. എൻ്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ വെളിപ്പെടണം. ഞാൻ പാർക്കുന്ന ദേശത്ത് വെളിപ്പെടണം. ഞാൻ അങ്ങിൻ്റെ ദാസനാണ്. ആമേൻ എനിക്കൊരു ചെറിയ വിടുതൽ വേണ്ട. ഞാൻ അങ്ങിൻ്റെ ദാസനാണെന്ന് വെളിപ്പെടുന്ന നിലയിലുള്ള വിടുതലുകൾ എനിക്ക് ലഭ്യമായേ മതിയാകൂ. അതാണ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. ആമേൻ എന്ന് പറയുന്നത്. സ്തോത്രം. 2, ഏലിയാവ് പറയുകയാണ്, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവം ആമേൻ എന്ന് വെളിപ്പെടണം. ഇന്ന് പകൽക്കാല ദൈവമക്കൾ പറഞ്ഞാട്ടെ, ആമേൻ സ്തോത്രം, ഞാൻ അങ്ങിൻ്റെ ദാസനാണെന്ന് വെളിപ്പെടണം. ഞങ്ങൾ അങ്ങിൻ്റെ മക്കളാണെന്ന് വെളിപ്പെടണം. യേശുവാണ് ഞങ്ങളെ വിളിച്ചതെന്ന് വ്യക്തമാകണം. അതുപോലെയുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെടണമെന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അങ്ങനെ സംഭവിച്ച ആമേൻ ചരിത്രങ്ങൾ വേദപുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീച്ചുളയ്ക്കകത്തേക്ക് വീഴുകയാണ്. ദൈവം അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. ഞാൻ ചരിത്രം പറയുന്നില്ല, ദൂതുകൾ മാത്രം പറയുകയാണ്. ഇവരതിനകത്തുനിന്ന് പുറത്തു വന്നപ്പോൾ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവമാണ് ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പുതിയൊരു നിയമം പിന്നെ വരികയാണ്. ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം. സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തിട്ടു. ഒരു പോറൽ പോലും ഏൽക്കാതെ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തു നിന്ന് ദാനിയേൽ പുറത്തു വരികയാണ്. രാജാവ് പറയുകയാണ്, ദാനിയേലിൻ്റെ ദൈവമാണ് ദൈവം. ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആമേൻ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ആമേൻ ആ ചരിത്രം നമുക്കറിയാമല്ലോ. ആമേൻ കാരാഗ്രഹ പ്രമാണി ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആമേൻ ഹല്ലേലൂയ. ആ മനുഷ്യന് മനസ്സിലായി, ഇവർ പറയുന്ന അന്യഭാഷ, ഇവർ പറയുന്ന ഈ സ്തോത്രം, ഇവർ പറയുന്ന ഈ നാമം, ഇവർ ഉയർത്തുന്ന ഈ ആരാധന, ആമേൻ ഇതൊരു നിസ്സാര കാര്യമല്ല എന്ന് മനസ്സിലായി. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടെന്നല്ല ചോദിച്ചത്, ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ആമേൻ ബോധ്യമാവുകയാണ്. ഭക്തന്മാരാരാണെന്ന് ബോധ്യമാവുകയാണ്. ശദ്രക്കാരാണ്, മേശക്കാരാണ്, അബേദ്നെഗോ ആരാണ്, ദാനിയേൽ ആരാണ്, പൗലോസ് ആരാണ്, ശീലാസ് ആരാണെന്ന് വ്യക്തമാവുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ
നമ്മുടെ പ്രാർത്ഥനകൾ ചെറിയൊരു തലവേദന മാറുവാനല്ല, ചെറിയ കടം മാറുവാനല്ല. നീ ആയിരിക്കുന്ന മേഖലകളിൽ നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരണം. അതാണ് പ്രാർത്ഥന. ഏലിയാവ് അതാണ് ആഗ്രഹിച്ചത്. ഞാൻ ആരാണെന്ന് വെളിപ്പെടണം. ഞാൻ ചുമ്മാ വന്നവനല്ല എന്ന് ഈ ജനം കാണണം, ആഹാബ് കാണണം. ആമേൻ, സ്തോത്രം. ഈ അശേര ആമേൻ പ്രതിഷ്ഠയുടെ ആമേൻ പിന്നിൽ വ്യാപരിക്കുന്നവന്മാർ അറിയണം, അതിൻ്റെ പ്രവാചകന്മാർ അറിയണം, ബാലിൻ്റെ പ്രവാചകന്മാർ അറിയണം. ഞാൻ വെറുതെ വന്നവനല്ല, എന്നെ ദൈവമാണ് ആക്കിയതെന്ന് അറിയണമെന്ന് ആഗ്രഹിച്ച് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അതവിടെ ചെയ്യുകയാണ്. ദൈവം അവിടെ ചെയ്യുക. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ആമേൻ. അവിടെ വെളിപ്പെടുത്തുകയാണ്. ഭക്തൻ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവം ആരാണെന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, നാം ആരാണെന്ന് ദൈവം നമ്മളെ വെളിപ്പെടുത്തും. അതുപോലെ ആയിരിക്കണം പ്രാർത്ഥന, അപ്രകാരമായിരിക്കണം പ്രാർത്ഥന. നമ്മൾ ആരാണെന്ന് വെളിപ്പെടണം. ആമേൻ. ഞാൻ അങ്ങിൻ്റെ ദാസനെന്നും അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമെന്നും വെളിപ്പെടണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന അങ്ങനെയാകട്ടെ. നാം ആരാണെന്നും അറിയണം. ആമേൻ, സ്തോത്രം. നമ്മുടെ ദൈവം ആരാണെന്നും അറിയണം. പ്രാർത്ഥിക്കുന്നവൻ ആരാണെന്നും അറിയണം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും ആരാണെന്നറിയണം. അതാണ് ആമേൻ, സ്തോത്രം, പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നാമത് ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ആമേൻ, സ്തോത്രം, അദ്ദേഹത്തിൻ്റെ താല്പര്യം, ലക്ഷ്യം എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, വെറുതെ ഒരു തീ ഇറക്കി ദൈവമേ അത്ഭുതങ്ങൾ കാണിച്ച് ഈ ജനത്തെ ആമേൻ മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്നല്ല. അദ്ദേഹം പറയുന്നു, ഒരു ചെറിയ വിടുതലല്ല, ഞാനും ആരാണെന്നറിയണം, ദൈവവും ആരാണെന്നറിയണം, ഏലിയാവ് ആരാണെന്നറിയണം, യഹോവ ആരാണെന്നറിയണം. ഈ നാളുകളിൽ നമ്മുടെ ആഗ്രഹം അങ്ങനെ ആയിരിക്കട്ടെ. നാം ആയിരിക്കുന്ന മേഖലകളിൽ ആമേൻ, കർത്തൃദാസന്മാരെ, പാസ്റ്റർമാരെ, ആമേൻ, ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ ആരാണെന്ന് ജനമറിയണം, നമ്മുടെ കർത്താവ് ആരാണെന്ന് അറിയണം. ഈ ദിവസങ്ങളൊക്കെ വല്ലാത്ത പീഡകൾ വെളിപ്പെടുകയാണ് സുവിശേഷ പ്രവർത്തകർക്കെതിരെ, ദൈവസഭകൾക്കെതിരെ. അതിന് നടുവിൽ പ്രാർത്ഥിച്ചാട്ടെ. രാഷ്ട്രീയക്കാരെ സ്വാധീനപ്പെടുത്തുവാനല്ല, ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കിയാട്ടെ. അവരറിയട്ടെ യേശു ആരാണെന്ന്, അവരറിയട്ടെ സുവിശേഷം എന്താണെന്ന്, അവരറിയട്ടെ ദൈവസഭ എന്താണെന്ന്, അവരറിയട്ടെ സുവിശേഷകന്മാർ ആരാണെന്ന്, പാസ്റ്റേഴ്സ് ആരാണെന്ന്, ദൈവമക്കൾ ആരാണെന്ന് അറിയട്ടെ. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കാം. ആമേൻ. ഞാൻ അങ്ങിൻ്റെ ദാസനെന്നും അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമെന്നും ഇവിടെ വെളിപ്പെടണം. അതാണ് പ്രാർത്ഥന. അതായിരുന്നു ഏലിയാവിൻ്റെ പ്രാർത്ഥന. ദൈവം അത് സാധ്യമാക്കുകയാണ്. ഏലിയാവിൻ്റെ മറ്റൊരു പ്രാർത്ഥന ഉറപ്പുള്ള പ്രാർത്ഥനയായിരുന്നു. ആമേൻ, സ്തോത്ര. രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം ആമേൻ, സ്തോത്രം, മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. സംശയത്തോടെയല്ല പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഭൃത്യനോട് പറയുകയാണ്, നീ ചെന്ന് നോക്ക്, എനിക്കൊരു ബോധ്യമുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. നീ ചെന്ന് നോക്ക്, മഴയുടെ എന്തെങ്കിലും സൂചനകളുണ്ടോ, ചെന്ന് നീ നോക്കെന്ന് പറയുകയാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്നല്ല. പ്രാർത്ഥന ഒരു പരീക്ഷണമല്ല, പ്രാർത്ഥന ഒരു ആചാരമല്ല. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഏലിയാവിനെ പോലെ ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ കഴിയും? ഞാൻ മുഴങ്കാലും അടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒരു മേഘം പൊങ്ങുമെന്ന് ആമേൻ എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ഉറപ്പുള്ള പ്രാർത്ഥനയായിരുന്നു ആമേൻ ഏലിയാവിൻ്റെ പ്രാർത്ഥന. അതാണ് കർത്താവ് പറയുന്നത് മർക്കോസ് 11:24, പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ആമേൻ. പ്രാർത്ഥിക്കാൻ ദൈവം തരുവായിരിക്കുമെന്നല്ല, പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആത്മിക, ഭൗതിക, ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, നിങ്ങൾ വിശ്വസിക്കണം, പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആമേൻ. അതാണ് ഉറപ്പുള്ള പ്രാർത്ഥന. അതാണ് ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഉറപ്പ്, ആമേൻ, എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആമേൻ ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാമോ? ധൈര്യമുള്ള പ്രാർത്ഥനയായിരുന്നു. ധൈര്യമുള്ള പ്രാർത്ഥന. 17:1 നമ്മൾ വായിക്കുന്നുണ്ട്, ഏലിയാവ് എന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. അവിടെ പ്രാർത്ഥിച്ചെന്ന് കാണുന്നില്ല. പക്ഷേ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 5:17 പറയുന്നുണ്ട്, ആമേൻ, ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്യാതിരിക്കേണ്ടതിനും മഴ പെയ്യുവാനും പ്രാർത്ഥിച്ചെന്നാണ് ആമേൻ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു കേവല വിശ്വാസമൊന്നും മാത്രം പോരാ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ധൈര്യം വേണം. ധൈര്യം. ആമേൻ. ചില വിഷയങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തോട് വീര്യമെന്ന് പത്രോസ് പറയുന്നത് പോലെ വിശ്വാസത്തിനകത്ത് അതിശക്തമേറിയ ധൈര്യം വേണം. മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിക്കാൻ, മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കുവാൻ ധൈര്യം ആവശ്യമാണ്. ചിലർക്ക് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പേടിയാണ്. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുകയാണ്, നിന്റെ ഭയം മാറ്റിവെക്ക്, നീ ശക്തമായി പ്രാർത്ഥിക്കുക, ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനായിട്ട് കഴിയും. വിധവയുടെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ വാക്യങ്ങളൊന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ചരിത്രമൊക്കെ അറിയാമല്ലോ. ഏലിയാവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ
ജീവിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അസാധ്യമായ ചില വിഷയങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് എത്ര പേർക്ക് ധൈര്യമായി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും? ദൈവത്തിന് വേണ്ട നമ്മുടെ പ്രാസമൊന്നുമല്ല, ദൈവത്തിന് വേണ്ട നമ്മുടെ കുറേ വാചകങ്ങളല്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഉറപ്പോടെ പ്രാർത്ഥിക്കട്ടെ, ധൈര്യത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുന്നവൻ ആരെന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാരെന്നും വെളിപ്പെടുന്ന നിലയിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ മാറി മറിയുന്ന ഒരനുഭവത്തിലേക്ക് ഈ മന്ത് ഓഫ് പ്രയറിൽ ആമേൻ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവം കൈമാറേണ്ടതിനായി നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.